ഓക്കെ, റീ രജിസ്റ്റർ ചെയ്യുന്നില്ല. പക്ഷെ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ജൂലൈ 23 അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ജൂലൈ 23 8 പേപ്പർ ആ കുട്ടിക്ക് പരീക്ഷ എഴുതണം. ക്ലിയർ? എന്റെ സിനാരിയോ മനസ്സിലായോ? ഞാൻ പറഞ്ഞു വരുന്ന സിനാരിയോ മനസ്സിലായോ? മനസ്സിലായി സർ. ജൂലൈ 23 അഡ്മിഷൻ എടുത്ത കുട്ടി ജൂലൈ 24 ജൂൺ 24 പരീക്ഷ എഴുതണം. പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുന്നു, പരീക്ഷ എഴുതുന്നു. 8 പേപ്പർ. ഞാൻ ഇപ്പൊ പരീക്ഷ എഴുതുന്നുള്ളൂ, ഇപ്പൊ ഞാൻ റീ രജിസ്റ്റർ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു എന്ന് കരുതുക. അയാൾ സെക്കൻഡ് ഇയർ റീ രജിസ്റ്റർ ചെയ്യുന്നില്ല. ഫസ്റ്റ് ഇയറിലെ 8 പേപ്പർ എഴുതി. ആ 8 പേപ്പറിലെ 3 പേപ്പറേ കിട്ടിയുള്ളൂ, ബാക്കി 5 പേപ്പർ ഉണ്ട്. ഈ 5 പേപ്പർ തൊട്ടടുത്ത് വരുന്ന ഡിസംബർ 24 ആ കുട്ടിക്ക് എഴുതാം. ഡിസംബർ 24 ആ കുട്ടിക്ക് എഴുതാം. പക്ഷേ ജൂലൈ 24 ജൂൺ 24 റീ രജിസ്ട്രേഷൻ ചെയ്തിരുന്നു എങ്കിൽ രണ്ടാമത്തെ വർഷത്തിന്റെ കാര്യം ജൂൺ 25 പരീക്ഷ എഴുതാമായിരുന്നു. ജൂൺ 25 പരീക്ഷ എഴുതാമായിരുന്നു. ജൂലൈ 24 റീ രജിസ്ട്രേഷൻ ഇപ്പോൾ ചെയ്താൽ, പക്ഷെ അയാൾ ചെയ്യുന്നില്ല. ഇപ്പൊ ഇയാളുടെ ബിൻസിയുടെ ഉദാഹരണം തന്നെയാണ് ഞാൻ പറയുന്നത്. അയാൾ ഇപ്പൊ രജിസ്റ്റർ ചെയ്താൽ സെക്കൻഡ് ഇയർ അവിടെ പരീക്ഷ എഴുതാമായിരുന്നു. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട്, പല ഇതുകൊണ്ട് ഞാൻ പിന്നെ ചെയ്യാം, 6 മാസം കഴിഞ്ഞ് പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നു. അങ്ങനെ മാറ്റി നിർത്തിയാൽ ഫസ്റ്റ് ഇയർ മാത്രം എഴുതാൻ പറ്റും. സെക്കൻഡ് ഇയർ അയാൾ തുടങ്ങിയിട്ടില്ല, അത് കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞിട്ടേ പരീക്ഷ എഴുതാൻ പറ്റൂ. അപ്പൊ അയാൾ പിന്നെ രജിസ്റ്റർ ചെയ്യുന്നത് എപ്പോഴാണ്? ജാനുവരി 24 രജിസ്റ്റർ ചെയ്ത് ഡിസംബർ 24 പരീക്ഷ എഴുതുന്നു. അപ്പൊ അയാൾക്ക് 6 മാസം നഷ്ടപ്പെട്ടു. ആ 6 മാസം നഷ്ടപ്പെട്ടത് അവസാനത്തെ, അങ്ങനെ ഒരു 6 മാസം നഷ്ടപ്പെട്ടാൽ അയാളുടെ മാക്സിമം പീരീഡ് 4ാമത്തെ വർഷത്തിൽ ചെന്ന് എത്തുന്നു. അയാൾക്ക് സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെയാകും. സോ നേരത്തെ രജിസ്റ്റർ ചെയ്താലേ നമുക്ക് ആ മാക്സിമം പീരീഡ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുകയുള്ളൂ. 6 മാസം നമ്മൾ ഒഴിവായോ മാക്സിമം പീരീഡിൽ നിന്ന് 6 മാസം കുറയും. അതാണ് അതിന്റെ രത്ന ചുരുക്കം. നേരത്തെ നമ്മൾ ഒഴിവായി 6 മാസം ഒഴിവാക്കിയാൽ, 1 കൊല്ലം ഒഴിവാക്കിയാൽ ആ മാക്സിമം പീരീഡ് നിശ്ചയിച്ചു വച്ചിരിക്കുകയാണ്. ആ മാക്സിമം പീരീഡിന്റെ അടുത്തേക്ക് നമ്മൾ പോകുമ്പോൾ 1 കൊല്ലം കഴിഞ്ഞ് പോകുമ്പോൾ പിന്നെ അവിടെ 1 കൊല്ലമേ ഉള്ളൂ. അവിടെ 4 പേപ്പർ അല്ല 8 പേപ്പർ പഠിക്കേണ്ടതുണ്ട്, എഴുതേണ്ടതുണ്ട്. അവിടെ 7 പേപ്പറേ കിട്ടിയുള്ളൂ. 1 പേപ്പർ സാറേ എല്ലാം ചെയ്തു സാറേ, എനിക്ക് ആ പ്രോജക്റ്റിന്റെ സബ്മിഷന്റെ വൈവാവോസി മാത്രമേ നടക്കാനുള്ളൂ സാറേ, എല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട് മാഷേ, എല്ലാറ്റിന്റെയും ഗ്രേഡ് കാർഡ് ഉണ്ട് മാഷേ, എന്നെ ഒന്ന് അഡ്മിഷൻ ആക്കൂ. ഒരു രക്ഷയില്ല. പുതിയ അഡ്മിഷൻ എടുക്കണം. 20,000 രൂപ കൊടുത്ത് പുതിയ അഡ്മിഷൻ എടുക്കണം. അപ്പൊ ഇഗ്നോ 5 കൊല്ലം കഴിഞ്ഞ് 1 പേപ്പർ മാറ്റും സിലബസിൽ. ഭയങ്കര മിടുക്കാണ്. 1 പേപ്പർ മാറ്റും. അപ്പൊ നിങ്ങൾ എല്ലാം പഠിച്ച് പാസ്സായി എന്ന് പറയാൻ, ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. കാരണം ഇനിയുള്ള ഈ പുതിയ ബാച്ചിൽ 1 പേപ്പർ നിങ്ങൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എല്ലാ ഫീസും അടയ്ക്കൂ, ഇതൊക്കെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ വാങ്ങിക്കൂ, എന്നിട്ട് നിങ്ങൾ പരീക്ഷ പാസ്സാകൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും 2 കൊല്ലം സമയമെടുക്കും. അപ്പൊ പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പൂർത്തിയാവില്ല. കൺഫ്യൂഷൻ ഒരുപാടായോ? ഇല്ല സാർ, ഓക്കെയാണ്. അപ്പൊ നേരത്തെ ആ മാക്സിമം പീരീഡ് എൻജോയ് ചെയ്യണമെങ്കിൽ 2 കൊല്ലത്തിനുള്ളിൽ 2 കൊല്ലവും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 3ാമത്തെ കൊല്ലത്തിലോ 4ാമത്തെ കൊല്ലത്തിലോ ഏത് വേണമെങ്കിലും ചെയ്യാം. ആ 2 കൊല്ലത്തിനുള്ളിൽ 1 കൊല്ലം നമ്മൾ ഒന്നും ചെയ്തില്ല എങ്കിൽ 4 കൊല്ലം 3 കൊല്ലമായി ചുരുങ്ങി. ആ 3 കൊല്ലത്തിന്റെ ഉള്ളിൽ നമ്മൾ ഇത് കടന്ന് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് ചിലത് നഷ്ടപ്പെടും. അടുത്ത ചോദ്യം വന്നോട്ടെ സാർ. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഈ പ്രാക്ടിക്കൽ വർക്ക് MSWന്റെ ഒക്കെ പ്രാക്ടിക്കൽ വർക്ക് അത് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുന്നത്? വർക്ക് ബുക്ക് ജേണൽ, ഫീൽഡ് വർക്ക് ജേണൽ, ജേണൽ, ഫീൽഡ് വർക്ക് ജേണൽ നിർബന്ധമായും നമ്മൾ ഫീൽഡിൽ പോയി വർക്ക് ചെയ്യണം. ഫീൽഡ് വർക്ക് ജേണൽ നന്നായിട്ട് പഠിക്കണം.
ജേണൽ നമുക്ക് കിട്ടുമോ? അത് നമ്മൾ എങ്ങനെയാണ് സബ്മിറ്റ് അതിനോടൊപ്പം അയച്ചു തരും. ആണല്ലേ? ഓക്കെ ഓക്കെ സർ, എല്ലാം അയച്ചു തരും. അപ്പൊ ഇനി വേറെ ഒരു കാര്യം എല്ലാവരും ഒന്ന് എഴുതിയെടുക്കൂ, ഒരൊറ്റ മിനിറ്റ്. വേറെ ഒരു കാര്യം എല്ലാവരും എഴുതിയെടുക്കൂ. കമ്പൽസറി ഡൗൺലോഡ് പ്രോഗ്രാം ഗൈഡ് എഴുതിയെടുക്കുക. പ്രോഗ്രാം ഗൈഡ്, ഡൗൺലോഡ് പ്രോഗ്രാം ഗൈഡ്. അത് ഈ ഗ്യാൻഘോഷില് പ്രോഗ്രാം ഗൈഡ് ഉണ്ട്. ഈ പ്രോഗ്രാമിനെ പറ്റിയുള്ള എല്ലാം ഗൈഡ് ചെയ്യാനുള്ളത് അതിന്റെ അകത്തുണ്ട്. പ്രോഗ്രാം ഗൈഡ്, ഡൗൺലോഡ് പ്രോജക്റ്റ് മാനുവൽ. MSc/CFT-കാർ, MSW-കാർ, MCA-കാർ, MCOM-കാർ, MA എക്കണോമിക്സുകാർ, ഇവർക്കെല്ലാം പ്രോജക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ പ്രാക്ടിക്കം മാനുവൽ. പ്രാക്ടിക്കം എന്നാണ്, CUM ആണ് ഇഗ്നോ പറയുന്നത്. പ്രാക്ടിക്കം മാനുവൽ, പ്രാക്ടിക്കം മാനുവൽ ഇതെല്ലാം ഡൗൺലോഡ് ചെയ്യണം. പ്രോഗ്രാം ഗൈഡ്, പ്രോജക്റ്റ് മാനുവൽ, ഡിസർട്ടേഷൻ ഉണ്ടെങ്കിൽ ഡിസർട്ടേഷൻ മാനുവൽ, ഫീൽഡ് ബുക്ക് ജേണൽ, ഇതെല്ലാം ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ബുക്ക് വന്നാലും വന്നില്ലെങ്കിലും ഇത് നേരത്തെ ചെയ്ത് മനസ്സിലാക്കി വെക്കുക. ഞാൻ ഇതൊക്കെ നേരത്തെ ചെയ്തു വെക്കുന്നവരാണ്. ഈ കൂട്ടത്തിൽ എൻ്റെ വാക്കുകൾ കേട്ടിട്ട് ചെയ്ത് വച്ചവർ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, പ്രോജക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത്, പ്രോജക്റ്റ് നിങ്ങൾക്ക് തരുന്നത് ആ പ്രോഗ്രാം ഗൈഡിലെ പ്രോജക്റ്റ് മാനുവലിൽ ഉണ്ടാവും. അത് നന്നായി വായിച്ച് മനസ്സിലാക്കണം. ഞാനത് പറഞ്ഞു തരികയേ ഇല്ല. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. അത് ചെയ്താലേ ആ കോമ്പണന്റ് കംപ്ലീറ്റ് ആകൂ. അടുത്ത സാർ, പിന്നെ ഞാൻ 2320 ആണ് എന്റെ കൺട്രോൾമെന്റ് നമ്പർ. കൺട്രോൾ നമ്പർ കിട്ടിയിട്ടുള്ളൂ. എനിക്ക് എൻറോൾമെന്റ് നമ്പർ കിട്ടിയിട്ടില്ല. നമ്പർ നോക്കാൻ പറ്റില്ല. അതൊരു എൻറോൾമെന്റ് നമ്പർ എനിക്ക് എൻറോൾമെന്റ് നമ്പർ താൽക്കാലിക നമ്പർ. അത് സാർ എന്റെ ഇമെയിൽ ഐഡിയിൽ ഒരു തെറ്റുണ്ടായിരുന്നു. അപ്പൊ ഞാൻ തിരുത്താൻ ശരിയാവും, ശരിയാവും, ബേജാറാകണ്ട. അത് ജനറലൈസ് ചെയ്യണ്ട മക്കളെ. അത് ശരിയായതിനു ശേഷം അത് ശരിയായതിനു ശേഷം മാത്രമാണോ സാർ കൺട്രോൾമെന്റ് അല്ല എൻറോൾമെന്റ് നമ്പർ കിട്ടുള്ളൂ? എൻറോൾമെന്റ് നമ്പർ ആദ്യമേ ഇയാൾക്ക് മറ്റേതിലേക്ക് അയച്ചു കഴിഞ്ഞു. പക്ഷെ അത് നമ്മളുടെ കയ്യിൽ എന്തായി പോയി? തെറ്റായി പോയി. ഇഗ്നോയിൽ നിന്ന് ഡാറ്റ വിട്ടു കഴിഞ്ഞു. ഇഗ്നോയിൽ നിന്ന് എല്ലാം എനിക്ക് വരും മുബാറക് മാഷെ പറഞ്ഞതാ എന്ന് പറയുന്നത് പോലെ ഇഗ്നോ ഇങ്ങോട്ട് വരില്ല. അതൊരു വലിയ മലയാണ്. ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ സർവകലാശാല. അത് നമ്മളുടെ അടുത്തേക്ക് അങ്ങനെ വരില്ല. വരും, അത് വന്നതുപോലെ എവിടെങ്കിലും കിടക്കുണ്ടാവും. നമ്മളാണ് അതിനെ തെരഞ്ഞു പിടിച്ച് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഹസീന എന്തോ ചോദിച്ചുകൊണ്ടിരിക്കുന്നു കുറെ നേരമായി. ചോദിച്ചോളൂ. ഞാന് 2022-012 അതാണ് എന്റെ എൻറോൾമെന്റ് നമ്പർ. 2022 ജാനുവരി സെക്ഷനിൽ അഡ്മിഷൻ എടുത്തായിരുന്നു. പക്ഷെ ഇതുവരെ എക്സാം ഒന്നും എഴുതിയിട്ടില്ല. ഈ ഡിസംബറിൽ ഇല്ല, എഴുതിയിട്ടില്ല. ഒരു എക്സാം എഴുതിയിട്ടില്ല. സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. അപ്പൊ റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് ത്രൂ MNOT. സാറിനാണ് ചെയ്തത്. പിന്നെ ഓക്കെ, അപ്പൊ ഈ എക്സാം എഴുതണമെങ്കിൽ ഈ വരുന്നു. ഞാൻ ജൂണില് ഫസ്റ്റ് ഇയറും പിന്നെ ഡിസംബറിൽ സെക്കൻഡ് ഇയർ എഴുതിക്കൂടെ? നല്ല ഒരു ഉദാഹരണമാണ് ഇപ്പൊ പറഞ്ഞത്. ഇത് ഞാൻ ജനറലൈസ് ചെയ്യാം, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. 2022 ജാനുവരിയിൽ അഡ്മിഷൻ എടുത്ത കുട്ടി നോർമലി ഡിസംബർ 2022 ഫസ്റ്റ് ഇയർ പരീക്ഷ പൂർത്തിയാക്കണം. അപ്പോൾ തന്നെ റീ രജിസ്റ്റർ ചെയ്താൽ ഡിസംബർ 23 സെക്കൻഡ് ഇയർ പൂർത്തിയാക്കണം. അപ്പോൾ തന്നെ റീ രജിസ്റ്റർ ചെയ്താൽ ഡിസംബർ 24 റീ രജിസ്റ്റർ മൂന്നാമത്തെ വർഷം പൂർത്തിയാകും. പക്ഷെ ഇപ്പോൾ ജാനുവരി 24 സെഷനിൽ അഥവാ 2 കൊല്ലം ലാപ്സായ ഈ കുട്ടി ഒന്നാമത്തെ വർഷത്തേക്ക് ഇനി പോകുന്നത് എപ്പോഴാണ്? റീ രജിസ്റ്റർ ചെയ്തിട്ടില്ല, സെക്കൻഡ് ഇയർ. അപ്പോൾ ഇപ്പോൾ ആ കുട്ടി ഇതുവരെ എഴുതാത്ത പരീക്ഷ ഡിസംബർ 24 എഴുതുന്നു. അല്ലെങ്കിൽ ആ കുട്ടി ജൂൺ 24 ഇനി വരാൻ പോകുന്ന ജൂൺ 24 എഴുതുന്നു. ജൂൺ 24 രജിസ്റ്റർ ചെയ്യുന്നതിന് പകരം മുമ്പേ ഇപ്പോൾ ജാനുവരിയിൽ രജിസ്റ്റർ ചെയ്താൽ ഡിസംബർ 24 സെക്കൻഡ് ഇയർ എഴുതാം, ഡിസംബർ 25 തേർഡ് ഇയർ എഴുതാം. വീണ്ടും ഞാൻ വരുന്നു,
ഇങ്ങനെ ഇപ്പോൾ ചെയ്തില്ല എങ്കിൽ ജനുവരി 22-ന്റെ 6ാമത്തെ കൊല്ലം എന്ന് പറയുന്നത് 26 ഡിസംബർ ആണ്. 22, 23, 24, 25, 26 ജനുവരി, അപ്പൊ ഡിസംബറിൽ. ഓക്കെ, അപ്പൊ അതിന്റെ ഉള്ളിൽ ചെയ്യണമെങ്കിൽ 2 കൊല്ലത്തിന് ഉള്ളിൽ എങ്കിലും അത് ക്രമപ്പെടുത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 3 കൊല്ലം കിട്ടില്ല. 3 കൊല്ലം കിട്ടിയില്ലെങ്കിൽ ഫസ്റ്റ് ഇയറും എഴുതി, സെക്കൻഡ് ഇയറും എഴുതി, തേർഡ് ഇയറിലേക്ക് സ്പേസ് ഇല്ല. അപ്പൊ എല്ലാം വേസ്റ്റ് ആയി പോകും. MEG അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. അപ്പൊ 4 കൊല്ലമേ ഉള്ളൂ. അപ്പൊ 4 കൊല്ലത്തിൽ ഇനി 1 കൊല്ലം പോലും നഷ്ടപ്പെടുത്താതെ ചെയ്യണം. ഒരു സെഷൻ പോലും നഷ്ടപ്പെടുത്തരുത്. ഇതാണ് നേരത്തെ പ്രിൻസിക്കും MSWനും പറ്റിയത്, ആ ഒരു ചിന്ത. ഇനി ഒരിക്കൽ കൂടി ഇതിനു വേണ്ടി ഞാൻ പറയാം. 22 ജാനുവരിയിൽ അഡ്മിഷൻ എടുത്തു. 22 ഡിസംബറിൽ ഫസ്റ്റ് ഇയർ ആകേണ്ടതായിരുന്നു. 23 ഡിസംബറിലെ സെക്കൻഡ് ഇയർ ആകേണ്ടതായിരുന്നു. പക്ഷെ ആ 2 കൊല്ലവും ചെയ്തില്ല. ഇപ്പോൾ 24 ജാനുവരിയിൽ ചെയ്താൽ ഇനി ആകെ 2 കൊല്ലമേ ഉള്ളൂ. ആ 2 കൊല്ലത്തിൽ കൃത്യമായി ഒന്നിച്ച് 2 കൊല്ലം രജിസ്റ്റർ ചെയ്യാനും പറ്റില്ല. ഘട്ടം ഘട്ടമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ. അപ്പൊ ജാനുവരി 24-ൽ 1-ാം വർഷം, ജാനുവരി 25-ൽ 2-ാം വർഷം, ഡിസംബർ 25-ൽ 2-ാം വർഷം പൂർത്തിയാകുന്നു. 4 കൊല്ലവും ആകുന്നു. ഒരെണ്ണത്തിൽ 8 പേപ്പർ. ഞാൻ 2023 ഡിസംബറിൽ സാറ് റീ രജിസ്ട്രേഷൻ തന്നിട്ടുണ്ട്. ഇനിയും അപ്പൊ 24-ൽ ഇനി അടുത്തത് ചെയ്യുമ്പോ കിട്ടും. അത് ചെയ്യാതെ ഇരുന്നാലാണ് പറയുന്നത്. ഇപ്പൊ നേരത്തെ ബിൻസി ചെയ്തില്ലെങ്കിൽ എന്നുള്ള ചോദ്യം വന്നല്ലോ. ചെയ്തില്ലെങ്കിൽ കിട്ടില്ല, ചെയ്താൽ ഏറ്റവും നല്ലത്. എടോ, ഗൾഫിലേക്ക് പോണം. ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു ഇതാണ് മാട്രിമോണിയലിലൊക്കെ പ്രത്യേകിച്ച് പറയുന്നത്, ഐ വാണ്ട് ടു റീലൊക്കേറ്റ് അനദർ കൺട്രി. ഐ വാണ്ട് ടു റീലൊക്കേറ്റ് അനദർ കൺട്രി. മറ്റു രാജ്യത്തേക്ക് എനിക്ക് പോണം. കാരണം ഇന്ത്യയിലൊക്കെ മടുകൂസന്മാരാണുള്ളത്. അവിടെ പോയാലാണ് എല്ലാം. ഇക്കരയ്ക്ക് അക്കരെ പച്ചയാണ് മക്കളെ. അവിടെ പോയാൽ അറിയാം ഏറ്റവും വലിയ കുരിശാണ് എന്ന്. ഏറ്റവും നല്ലത് നമ്മുടെ മാതൃഭൂമി തന്നെയാണ്. ഇവിടെ കിട്ടുന്ന അനുഭവമാണ് ഏറ്റവും വലുത്. ലോകത്ത് അപ്പുറത്തേക്ക് പോയവനൊക്കെ ജീവിതം മുഴുവനും ഇവിടുന്ന് പലിശയും ലോണും ഒക്കെ എടുത്തിട്ടാണ്. പലിശക്കണി, കടക്കണി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ +2 കഴിഞ്ഞ കുട്ടികൾ എല്ലാവരും വിദേശത്തേക്കാണ്. എന്നിട്ട് അവസാനം കേരളത്തിന്റെ അങ്ങേ അറ്റമായി പോവും. ജർമ്മനിയും UK-യും എല്ലാം ഫ്രാൻസ് എല്ലാം തന്നെ അത് കൂതറയായി തീരും. ഇവിടെ കിടക്കുന്ന എല്ലാ കൂതറകളും അവിടെ പോയി കൂതറ പരിപാടിയിലായാൽ അവസാനം എല്ലാം കൂടി ഒന്നിന്റെ ആർക്കും ഒന്നില്ലാതെ തിരിച്ചു വരുമ്പോ ഇവിടെ കുറച്ചു പേരുള്ളവർക്ക് നല്ല ജോലി കിട്ടി സന്തോഷത്തിൽ ഇരിക്കുന്നുണ്ടാവും. കുറച്ചു പേര് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വിധി. ഓക്കെ, അപ്പൊ ഞാൻ അതിനെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല. ഇക്കരക്ക് അക്കരെ പച്ച, അക്കരക്ക് ഇക്കരയും പച്ച. 2 പച്ചകളും കൂടിയിട്ട് അവസാനം മഞ്ഞയാകാതിരുന്നാ മതി. അത്രേ ഉള്ളൂ. ചോദിച്ചോളൂ, അടുത്ത ചോദ്യം. സാർ, ഞാൻ ഷെറിൻ ഒരു സംശയം ചോദിച്ചോട്ടെ. ഞാൻ 30/7/2023 അഡ്മിഷൻ എടുത്തതാണ്. BSCG ആണ്. അപ്പൊ ഇതിന്റെ പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാവും? നമ്മൾ പ്രാക്ടിക്കൽ വൈവയൊക്കെ ചെയ്യേണ്ടി വരും എക്സാമിന്? അത് നമ്മൾ അടുത്ത് നമുക്ക് തന്നിരിക്കുന്ന സെന്ററിലാണോ പോണ്ടത്? ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ. +2 അല്ലേ പഠിച്ചു വന്നിട്ട് ഇപ്പൊ ഡിഗ്രി എടുത്തിരിക്കുന്നത്? അതെ. +2 ഒരു സ്കൂളിലല്ലേ പഠിച്ചത്? അതെ. ഇയാളുടെ വീട്ടിന്റെ അടുത്തുള്ള LP സ്കൂളിൽ വെച്ച് പ്രാക്ടിക്കൽ ചെയ്യിപ്പിച്ചോ? ഇല്ല. എവിടെയായിരുന്നു പ്രാക്ടിക്കൽ? സ്കൂളിൽ തന്നെയായിരുന്നു. ഇയാളുടെ ഇപ്പൊ ഉള്ള സ്റ്റഡി സെന്റർ ഏതാ? കൊച്ചി സ്കേർഡ് ഹേർട്ട് കോളേജ് എന്നാ പറഞ്ഞിരിക്കുന്നത് ഫോമില്. അതൊരു വലിയ കോളേജ് അല്ലേ സാർ? എനിക്ക് അതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. ഞാൻ അവിടെ പോണോ? അപ്പം കോളേജിൽ ഫോമിൽ കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും 14/02. സ്റ്റഡി സെന്റർ അവിടെ തന്നെ ആയിരിക്കും. അങ്ങനെയാണല്ലോ നമ്മുടെ ഇന്ത്യൻ രീതി. അല്ലാണ്ട് തൊട്ടടുത്തുള്ള ഒരു കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട് പ്രാക്ടിക്കൽ നടത്തൂലല്ലോ. ഇല്ല.
കല്യാണ മണ്ഡപത്തിൽ വെച്ച് പ്രാക്ടിക്കൽ ഒന്നും നടത്തൂലല്ലോ, ഒരു കോളേജിൽ തന്നെ ആയിരിക്കുമല്ലോ. ഞാനത് ആദ്യമേ പറഞ്ഞല്ലോ, ഇത്തരത്തിലുള്ള ബാലിശമായ ചോദ്യങ്ങൾ വരരുതായിരുന്നു. കാരണം നമ്മൾ പ്ലസ് ടു കുറ്റപ്പെടുത്തുന്നില്ല. എന്നോട് കുറച്ച് പേര് പറഞ്ഞത് അതല്ല സാർ, ഞാൻ ഈ കോഴ്സിനെ കുറിച്ച് ഇങ്ങനെ 2-3 ഡിസ്കസ് ചെയ്തപ്പം കുറച്ച് പേര് പറഞ്ഞത് എന്താ വെച്ചാല്, ഇഗ്നോയില് ഈ ഒരു കോഴ്സിന് BSc പ്രാക്ടിക്കലേ ഇല്ല, ഇതൊരു ജനറൽ കോഴ്സ് എന്ന പേരിലേക്കാ പറഞ്ഞത്. അപ്പൊ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നില്ല. അവരുടെ ഹലോ 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 പറ്റുകയാണെങ്കിൽ അവരുടെയൊക്കെ ഫോട്ടോ എനിക്ക് കുറച്ച് അയച്ചു തരൂ. ചാണകത്തിൽ ചെരുപ്പ് കുറച്ച് ഞാൻ അവരെ ഒന്ന് തല്ലാം. നേരിട്ട് തല്ലാൻ വേണമെങ്കിൽ നേരിട്ട് കൊണ്ടുവന്നെത്തിയാൽ ശരിക്കും 2 എണ്ണം പൊട്ടിക്കാം. അറിയാത്തത് പറയുന്ന കുറെ ഉപദേശങ്ങളുണ്ട് നമ്മുടെ നാട്ടില്. അതെ അതെ, പിന്നെ എനിക്ക് ടെക്സ്റ്റും വന്നു. അപ്പൊ എനിക്ക് സംശയമായി, ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് പ്രാക്ടിക്കൽ. ഇത് പൂർത്തിയാക്കാം. ഈ അറിയാത്തത് പറയുന്ന കുറെ ഉപദേശികളിൽ നിന്ന് കഴിയുന്നത്ര ദൂരെ മാറി നിൽക്കുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, യൂട്യൂബിലും അങ്ങനെ കുറെ ഉപദേശികളുണ്ട്. അതെ, അവിടുത്തെ കണ്ട് എന്തോ നമ്പർ ഇട്ടിട്ട് അപ്പൊ അവര് വേറെ എന്തോ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഇതായി. വയസ്സുകളുണ്ട് എന്ന് പറഞ്ഞല്ലോ ഞാൻ. കുറെ വയസ്സുകളുണ്ട്, കുറെ ലേണിംഗ് ഉണ്ട്, കുറെ അവരുണ്ട്, കുറെ ഇവരുണ്ട്, എല്ലാം കുട്ടിപ്പട്ടാളങ്ങളാണ്. ഇപ്പൊ പൊതുവെ ഈ ഓൺലൈനിൽ കാശുണ്ടാക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലര് തലവെച്ചു കൊടുക്കും, അത്രേ ഉള്ളൂ. അതിന് ഒറ്റ കാര്യമേ ചെയ്യാനുണ്ടോ, അവരെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുക, തലകും വിലകും ഞാൻ പൂശുക. അറിയാത്തത് പറയാൻ നിൽക്കരുത് ഉപദേശി എന്ന് ഞാൻ പറയാം. ഞാൻ ധൈര്യത്തിൽ തല്ലുകയും ചെയ്യും കേട്ടോ, എനിക്കൊരു കുഴപ്പമില്ല. കാരണം അറിയുന്നതേ പറയുമ്പോ സൂക്ഷ്മമായിട്ട് സത്യമേ പറയാവൂ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഓക്കെ സാർ, അപ്പൊ എക്സാമിന് മുമ്പ് ഈ കോളേജിൽ നമ്മൾ പോകണമെന്നുണ്ടോ സാർ? എന്താ സംശയം? എന്താ സംശയം അക്കാര്യത്തിൽ? അതിനാണ് ഇൻഡക്ഷൻ മീറ്റിംഗ്. അതൊക്കെ നിങ്ങളെ ബോധവൽക്കരിക്കാനാണ് ഇത്തരത്തിലുള്ള ബേസിക് ക്ലാസ്. അതിലെ 181, 171, 172, 182 എന്നുള്ള പേപ്പറുകളില്ലേ, അതിനൊക്കെ ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകളുണ്ട്. അതുപോലെ തന്നെ BY ഇല്ലേ, ബയോളജി ബോട്ടണി പേപ്പറില്ലേ, ബോട്ടണി പേപ്പറിന്റെയും ലേബർ ഇന്ത്യ ഗൈഡുകൾ ഉണ്ട് കേട്ടോ. ഞാൻ സാർ 3 എനിക്ക് തന്നിട്ടുണ്ട്, വേറെ ഇല്ലാന്ന് പറഞ്ഞു. ബാക്കിയുള്ളത് വരുമ്പോൾ ഉടൻ തരും. ശരി സാർ. അടുത്തത് ചോദിച്ചോളൂ. ഓക്കെ, താങ്ക് യു. അടുത്ത ഒരാൾ. സർ, എന്റെ നമ്പർ 2350 ആണ്. അപ്പൊ ജൂലൈ 23. അതെ. അപ്പോ സാറ് പറഞ്ഞതാണ്, പക്ഷെ എനിക്കൊരു ക്ലിയർ ആയിട്ടില്ല, അതുകൊണ്ട് ചോദിക്കുന്നതിന്. ഞാനിപ്പോ റീ രജിസ്ട്രേഷൻ ചെയ്യും. ഇപ്പൊ ഞാന് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ജാനുവരി 24 റീ രജിസ്റ്റർ ചെയ്യേണ്ടത് ഇപ്പൊ ജാനുവരിയുടെ മാസമാണ്. അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ജനുവരി സെഷൻ ഉള്ളതാണ്. ഏപ്രിൽ, മെയ്, ജൂണിലാണ് ഇയാൾക്ക് വരിക. ഏപ്രിൽ, മെയ്, ജൂണിലാണ്. അതായത് 9 മാസം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു ഞാൻ. 9 മാസമായോ? ജൂലൈയിൽ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ ഇല്ല, ജൂലൈയിൽ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ അതിന് ശേഷം രജിസ്ട്രേഷൻ ചെയ്യണ്ട അല്ലേ? അതിനുശേഷം എന്നൊന്നും പറഞ്ഞിട്ടില്ല. കാരണം എന്താണെന്നറിയോ? കാരണം പരീക്ഷ ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റിലും പരീക്ഷ വരും. 1.25 മാസം 45 ദിവസം പരീക്ഷ ഉണ്ടാവും, 40 ദിവസം പരീക്ഷ ഉണ്ടാവും. അപ്പൊ പരീക്ഷ കഴിഞ്ഞിട്ട് റീ രജിസ്ട്രേഷൻ പോയാൽ മതി. മക്കളെ പോയി ഇപ്പൊ ഇരുന്ന് പഠിക്കുന്നൊന്നും മുബാറക് മാഷ് പറഞ്ഞിട്ടില്ല. ചെയ്യാനുള്ളത് നേരത്തെ ചെയ്യണം. കണ്ടോ, ഇത് ശ്രദ്ധിച്ചോളൂ. എക്സാമിന് കോൾ ഫോർ ചെയ്യാതെ തന്നെ നമ്മൾ എക്സാമിനേഷന്റെ ഫോം എല്ലാവർക്കും ഞാൻ അയച്ചു കൊടുത്തു തുടങ്ങി. എന്നിട്ട് ഞാൻ താൽക്കാലികമായി രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നേരത്തെ രജിസ്റ്റർ ചെയ്ത് എന്റെ കയ്യിൽ ഡാറ്റ കിട്ടിയാൽ ആ സമയമാകുമ്പോ ഉടനെ ഞാൻ പറയും. ഉടനെ ആ പേയ്മെന്റ് അയച്ചു തന്നാൽ ഉടനെ ഞാൻ രജിസ്റ്റർ ചെയ്ത് വെക്കും. ഞാൻ മീൻസ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിലെ സ്റ്റാഫ് അവരത് ഉടനെ ചെയ്തു വെക്കും. അപ്പൊ നേരത്തെ തന്നെ നമുക്ക് സീറ്റുകൾ കിട്ടും. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതാ കോളേജ്
എന്റെ ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു എവിടെ? കണ്ണൂർ. കണ്ണൂരില്. അത് ഗുരു ഇല്ല. പഴയ ശ്രീനാരായണ കോളേജുകൾക്ക് ശ്രീനാരായണ മാത്രമേ ഉള്ളൂ. പുതിയ കോളേജുകൾക്കാണ് ഗുരു ചേർത്തിരിക്കുന്നത്. ഞാനൊക്കെ SN കോളേജാണ്. ശ്രീനാരായണ കോളേജാണ്. SN കോളേജ് ആലത്തൂർ, SN കോളേജ് കണ്ണൂരിലെ മേലെ ചൊവ്വ. ആ സ്കൂളിൽ, ആ കോളേജിൽ തന്നെയാണ് MA എക്കണോമിക്സ് ഞാൻ പഠിച്ചിട്ട് എന്റെ ജീവിതത്തിന്റെ തന്നെ ടേണിംഗ് പോയിന്റ്. 27 കൊല്ലം ഗസറ്റഡ് റാങ്കിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനും പ്രിൻസിപ്പാളായും ഇരിക്കാൻ പറ്റിയത് തലശ്ശേരി സെയ്താർ പള്ളിയിലെ മുബാറക്ക സ്കൂളിലെ ഈ മുബാറക് മാഷ് ഉണ്ടായിരുന്നു. നാഫിയുടെ വീട് എവിടെയാ? എന്റെ വീട് പഴങ്ങാടി, കണ്ണൂർ പഴങ്ങാടി. പഴങ്ങാടി. ഓക്കെ. തളിപ്പറമ്പ് അതിന്റെ അടുത്ത്. ഓക്കെ പറഞ്ഞോളൂ. അടുത്ത ചോദ്യം. പിന്നെ ഒരു ഡൗട്ടും കൂടെ. എനിക്ക് ഞാൻ ജൂലൈയിൽ എക്സാം എഴുതി. എനിക്ക് എവിടെങ്കിലും വിദേശത്ത് പോണം. അപ്പൊ ഞാൻ അടുത്ത ഡിസംബറിൽ, അതായത് 2024 ഡിസംബറിലല്ലേ ഇനി ഇതുവരെ എക്സാം വരുന്നത്? 23 ഡിസംബറിന് എക്സാം വരുമല്ലോ വേറെ. അപ്പൊ അത് എനിക്ക് അറ്റൻഡ് ചെയ്യായോ? എനിക്ക് അത് അറ്റൻഡ്, അതന്നെ 24 ഡിസംബറില് സെക്കൻഡ് ഇയർ എക്സാം എഴുതാൻ പറ്റുമോ? പരീക്ഷ എഴുതാൻ പറ്റുമോ എന്നോ? സെക്കൻഡ് ഇയർ കഴിഞ്ഞ് 9 മാസം കഴിഞ്ഞിട്ടേ പരീക്ഷാ ഫീസ് അടയ്ക്കാൻ പറ്റൂ. ഓക്കെ. അപ്പൊ അത് ഞാനിപ്പോ ജൂലൈയിൽ ഒരു കൊല്ലമല്ലേ? ഓരോ കൊല്ലവും അതെ ഓരോ കൊല്ലത്തിൽ 12ാമത്തെ മാസത്തിൽ പരീക്ഷ, 9ാമത്തെ മാസത്തിൽ അപ്ലിക്കേഷൻ കൊടുക്കൽ, 3ാം മാസത്തിൽ പരീക്ഷ എഴുതി 6ാം മാസത്തിൽ പരീക്ഷ എഴുതാൻ പറ്റുമോന്നല്ലേ ഇയാൾ ചോദിക്കുന്നത്? അത് പള്ളിയിൽ പോയി പറയേണ്ടി വരും. പഴയങ്ങാടിൽ ഇഷ്ടംപോലെ പള്ളിയുണ്ട്. ഇയാള് വിദേശത്തേക്കൊക്കെ പൊയ്ക്കോ, പക്ഷേ നമുക്ക് നിയമം വിട്ട് കളിയൊന്നുമില്ല. 2 കൊല്ലം ലേറ്റായി, പിന്നെ ഞാനൊന്ന് നേരത്തെ ചെയ്യട്ടെ. എന്താ ധാരണകള്? 2 കൊല്ലം ഒന്നും ചെയ്യാതെ ഉഴപ്പിട്ട് പിന്നെ ഞാനൊന്ന് നേരത്തെ ചെയ്യട്ടെ എന്ന്. അതിന് സാമർത്ഥ്യം എന്നല്ല, അതിസാമർത്ഥ്യം എന്നാണ് പറയുക. യെസ്, അടുത്തത്. വെറുതെ പറഞ്ഞതാണ് മക്കളെ, വെറുതെ പറഞ്ഞാണ്. മിസ് ദീപിക ഹാജരുണ്ടോ? മിസ് ദീപിക ഹാജരുണ്ടോ? ഓക്കെ, ചോദിച്ചോളൂ. ഹലോ സർ, ഡോക്ടറല്ലേ? അതെ സർ. പരിചയപ്പെട്ടോളൂ. സർ, എന്റെ ഡൗട്ട്, ഈ PGDMH കോഴ്സിനെ കുറിച്ച് വല്ലാണ്ടൊന്നും ആരും പറയുന്ന കേട്ടില്ല. ആരും പറയില്ല. അപ്പം അത് അങ്ങനത്തെ കോഴ്സാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ മെന്റൽ ഹെൽത്ത്, മാനസിക ആരോഗ്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ MSc CFT എന്ന് പറയുന്നതും നമ്മളെ ഫിസിയോളജിക്കൽ, ബയോളജിക്കൽ, ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് പോലെ തന്നെ മെന്റൽ ഡിസോർഡേഴ്സിനും കൂടിയിട്ടുള്ള ഒരു ഹെൽത്ത് ഉണ്ടാക്കലാണ് അവിടെ പ്രധാന ഉദ്ദേശം. ഇപ്പൊ ഞാൻ സാറിന്റെ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് അതിൽ അട്രാക്റ്റഡ് ആയിട്ട് ആ കോഴ്സിൽ ചേരാന്ന് വിചാരിച്ചത്. ഐ എം എ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ. സാർ അതെല്ലാം റെഡിയാക്കി തന്നു. അതിന് സാറിന് വലിയൊരു നന്ദി. ഞാൻ സാറിന് ഒരുപാട് ഡൗട്ടൊക്കെ ചോദിച്ച് ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. ഒറ്റ കാര്യമേ ചെയ്യേണ്ടതുള്ളൂ. വാച്ച് അവർ ടെലഗ്രാം ചാനൽ റെഗുലർലി, യു ഗെറ്റ് എവറിത്തിങ്. അതിൽ ഞാൻ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഡെയിലി ഒരു 2 പ്രാവശ്യം ടെലഗ്രാം ചാനൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിലൊന്ന് വന്ന് എത്തി നോക്കിയിട്ട് പൊക്കോളുക. അപ്പൊ അതിൽ ഡീറ്റെയിൽ ഇട്ടിട്ടുണ്ടാവും. ആ ഡീറ്റെയിൽ അനുസരിച്ച് സൈമൾട്ടേനിയസ്ലി എല്ലാവർക്കും കയറി ഭംഗിയായിട്ട് പോകാം. ഒരു കുട്ടി പറഞ്ഞു തരാൻ ഉണ്ടാവില്ല കേട്ടോ. സർ, ഈ സ്റ്റഡി സെന്റർ എല്ലാം ബാംഗ്ലൂർ അല്ലേ? ബാംഗ്ലൂർ ആണുള്ളത്. സ്റ്റഡി സെന്റർ, റീജിയൻ സെന്റർ ബാംഗ്ലൂരാണ്. അപ്പം അത് എന്തെങ്കിലും ബുദ്ധിമുട്ടാവോ? ബുദ്ധിമുട്ടാകരുത്. ഒരു കാര്യം ശ്രദ്ധിക്കൂ. ഇപ്പൊ MBBS ആണോ, BAMS ആണോ, BHMS ആണോ? BHMS ആണ്. അപ്പൊ ഡോക്ടർ മുനീറ BHMS,
അതിന്റെ തൊട്ട് പിറകെ അതിനേക്കാൾ അഡ്വാൻസ് ആയിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ മെന്റൽ ഹെൽത്ത് PGD MH എന്നുള്ള എഴുതിയിട്ട് ബോർഡ് വെക്കണ്ടേ? ഇപ്പൊ ഹോമിയോപ്പതിക്ക് ചെയ്തതിനേക്കാൾ കൂടുതൽ അവിടെ പ്രവർത്തിക്കേണ്ടി വരും. കോയമ്പത്തൂരിലോ സേലത്തിലോ പോയിട്ട് 4 കൊല്ലം ഇരുന്ന് പഠിച്ചില്ലേ? കോയമ്പത്തൂരിലാണോ പഠിച്ചത്? സൂലൂരില്? സൂലൂർ അല്ല, ഞാൻ പഠിച്ചത് കോട്ടയം. ഓക്കെ. അപ്പൊ കോട്ടയത്താണെങ്കിലും കോയമ്പത്തൂർ ആണെങ്കിലും കർണാടകയിലാണെങ്കിലും നമ്മൾ അവിടെ പോയി പഠിക്കുന്നത് പോലെ, അവിടെ 4 കൊല്ലം പോയി പഠിച്ചത് പോലെ ചിലപ്പോ ബാംഗ്ലൂരിൽ പോയി 1 കൊല്ലം പഠിച്ചാലേ BHMS എലിജിബിലിറ്റി ഉള്ള ഒരു കോഴ്സ് എല്ലാവർക്കും PGD MH കിട്ടുമോ? ഇല്ല. PGD MH കിട്ടണമെങ്കിൽ അടിസ്ഥാന യോഗ്യത ഒരു BA എക്കണോമിക്സ് കഴിഞ്ഞ ആൾക്ക് കിട്ടുമോ? എക്കണോമിക്സിലെ PhD ഉള്ള ആൾക്ക് കിട്ടുമോ? ഇല്ല. അപ്പൊ നിങ്ങളുടെ BHMSനേക്കാൾ അഡ്വാൻസ്ഡ് കോഴ്സാണ് ഇത്. സാധാരണഗതിയിൽ ഒരു PSC UPSC പരീക്ഷ എഴുതാൻ, ഓൾ ഇന്ത്യ നീറ്റ് എഴുതാൻ ഔറംഗാബാദിലോ ഡൽഹിയിലേക്കോ പോകേണ്ട സാഹചര്യം ഉണ്ടായാൽ നമ്മൾ പോകൂലേ? അതേപോലെ 7 ദിവസം 10 ദിവസം ഓരോ പ്രാക്ടിക്കലിന് ബാംഗ്ലൂരിൽ പോവുക തന്നെ വേണം. അങ്ങനെ പോണം. അപ്പൊ ഞാൻ ഇന്റേൺഷിപ്പ് എടുക്കാൻ തന്നെ അല്ല സർ, ഇപ്പൊ ഇന്റേൺഷിപ്പ് ഒക്കെ അപ്പൊ അവിടെയാണോ ചെയ്യാതെ? അത് സ്റ്റഡി സെന്റർ ആണ് തീരുമാനിക്കേണ്ടത്, നോട്ട് മുബാറക്, നോട്ട് കോർഡിനേറ്റർ. സ്റ്റഡി സെന്റർ ആണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ BHMSലെ ഇന്റേൺഷിപ്പ് എവിടെ ചെയ്തു? നമ്മളെ കോളേജിൽ തന്നെ ചെയ്തു. ആ കോളേജിന്റെ നേതൃത്വത്തിൽ ഇൻഡസ്ട്രിയൽ വിസിറ്റ് ആണല്ലോ ഈ ഇന്റേൺഷിപ്പ്. അത് പറയാനുള്ള അധികാരം ആർക്കാ? നിങ്ങളുടെ HODക്കല്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെയും. അല്ലാണ്ട് ഇഗ്നോ എന്ന് പറയുമ്പോ കുറെ തരികടകളുടെ കൂട്ടം എന്നല്ല. ഓപ്പൺ മീൻസ് നോട്ട് ക്ലോസ്ഡ് എന്നാണ്. നോട്ട് ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഇപ്പതാ നട്ടപ്പാതിരക്ക് 7:30 മുതൽ ഇപ്പൊ 9:32 വരെ നമ്മൾ ഇങ്ങനെ ഒച്ചയിട്ടുകൊണ്ടിരിക്കുന്നു. ഇത് ഓപ്പൺ ആണ്. അടച്ചിട്ട മുറിയിൽ വെച്ചിട്ടല്ല ഈ ഡിസ്കഷൻ. ഇത് കൗൺസിലിംഗ് സെഷൻ തന്നെയാണ്. പക്ഷെ ഇത്തിരി രസകരമായിട്ട് എല്ലാ മസാലയും കൂട്ടിച്ചേർത്ത് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. ഇത് ഈ 9:30 മണിക്കും ഇവിടെ നടക്കുന്നത് ഒരു ക്ലോസ്ഡ് ഒരു ട്രഡീഷണൽ ക്ലാസ് മുറിയിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമോ? അതാണ് ഇഗ്നോ, അതാണ് ഓപ്പൺ, തുറന്നത്, എല്ലാവർക്കും എപ്പോഴും സ്വീകാര്യമായത്. ഓക്കെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, വീണ്ടും ദീപിക മിസ് ഉണ്ടോ? ഒരു 2 വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, ഞാൻ ബിൻസിയാണ്. ഒരു ഡൗട്ടും കൂടി ഒന്ന് ക്ലിയർ ചെയ്യാനാണ്. എന്റെ സ്റ്റഡി സെന്റർ CMS കോളേജ് ആണ്, കോട്ടയമാണ്. സ്റ്റഡി സെന്റർ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ നമുക്ക്? ചേഞ്ച് ചെയ്തിട്ട് എങ്ങോട്ട് പോകാനാ? തൊടുപുഴയിൽ. ഞാൻ അടിമാലിലാണ് എന്റെ വീട്. സ്റ്റഡി സെന്ററിലും ഈ പറയുന്ന സൗകര്യം ഉണ്ടാവില്ല. നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു? MSW ആണ് എന്റെ ഇത്. ഇപ്പൊ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ ചെയ്യുന്നില്ല. വീട്ടിലെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് വിദേശത്താണ്. ഓക്കെ. അവർ ഏതെങ്കിലും ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നു, ഒരു സ്ഥാപനത്തിൽ? എന്റെ റൂമിന്റെ അടുത്ത് ഈ ഒരു സ്ഥാപനമാണ്, ഞാൻ ഇവിടെ ഇരുന്ന് ജോലി ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ പറ്റുമോ? എനിക്കറിയില്ല സാറേ, തൊടുപുഴ ഉണ്ടോ ഇല്ലോ എന്ന് അറിയത്തില്ലാത്തതുകൊണ്ടാണ്. തൊടുപുഴ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതായിരുന്നു സൗകര്യം. അഡ്മിഷൻ സമയത്ത് തൊടുപുഴ കിട്ടുമായിരുന്നു മിസ് ബിൻസി. എന്നിലൂടെ അഡ്മിഷൻ എടുത്തതാണോ? അതെ, സാറിലൂടെയാണ്. സ്വാഭാവികമായിട്ട് ഞാൻ ചെയ്യുക എന്താണെന്നറിയാമോ? എന്റെ അടുത്ത് എല്ലാറ്റിന്റെയും ഗൂഗിൾ മാപ്പ് വെക്കും. ഒരു അഡ്മിഷൻ എടുക്കുമ്പോ ഉടൻ ഗൂഗിൾ മാപ്പ് വെക്കും. പിൻകോഡ് എടുക്കും. പിൻകോഡ് വെച്ചാൽ ഗൂഗിൾ മാപ്പ് കിട്ടും. നിങ്ങളുടെ ലൊക്കേഷനും ഇതും തമ്മിൽ ഞാൻ താരതമ്യം ചെയ്യും. എന്നിട്ടേ നിങ്ങൾക്കൊരു സ്റ്റഡി സെന്റർ ഞാൻ അനുവദിക്കാറുള്ളൂ. ഓക്കെ, താങ്ക് യു സർ. കൊഞ്ചം വ്യത്യാസമാണ് ആള്, അവളതാ. ഓക്കെ.
ജൂലൈ 23 ജൂലൈ സെക്ഷൻ ആണ് MSc ഫിസിക്സ്. അപ്പൊ എനിക്ക് ഏപ്രിലാണോ അസൈൻമെന്റ്? സെക്ഷൻ അല്ല, സെഷൻ. സെഷൻ SESSION സെഷൻ. ഓക്കെ, സെഷൻ നമുക്ക് ഏപ്രിലാണോ എന്റെ അസൈൻമെന്റ് ഡേറ്റ് വരിക? അതെ. അതുപോലെ എക്സാം ജൂൺ ജൂലൈയിലായിരിക്കും.